അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല ഖാൽ മൻ ആദാ ലീ വലിയ്യൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് വമാ തഖറബ ഇലയ്യ അബ്ദീ ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി വലാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു ഫഇദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബി വബസറഹു അല്ലദീ യുബ്സിറു ബി വയദഹു അല്ലതീ യബ്തിഷു ബിഹാ വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ വലഇൻ സഅലനി ലഉതിയന്ന വലഇൻ ഇസ്തആദനി ലഉഈദന്ന. റവാഹുൽ ബുഖാരി. സഹോദരന്മാരെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അർബഊന ഹദീസിലെ 38ാമത്തെ വചനമാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് പ്രവാചകൻ്റെ വചനമായി പ്രവാചകൻ തന്നെ പറയുന്നത്, അതിന് സാധാരണഗതിയിൽ ഹദീസ് എന്ന് നാം പറയാറുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി മറ്റൊരിനം ഹദീസുണ്ട്. അതിനാണ് ഹദീസ് ഖുദ്സി എന്ന് പറയുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നതാണ്. അങ്ങനെ പടച്ചവൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നമുക്ക് പരിചയപ്പെടുത്തുന്ന ഹദീസുകൾക്ക് ഹദീസ് ഖുദ്സി എന്നാണ് പറയുക. നാം ഇന്ന് മനസ്സിലാക്കുന്ന ഈ ഹദീസ് ആ ഇനത്തിൽ ഉൾപ്പെടുന്നതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇന്നല്ലാഹ തആല ഖാൽ, നിശ്ചയം അള്ളാഹു പറഞ്ഞിരിക്കുന്നു. പടച്ചവൻ്റെ ഒരു പ്രസ്താവനയാണ്. മൻ ആദാ ലീ വലിയ്യൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, ആരെങ്കിലും എൻ്റെ വലിയനോട് ശത്രുത പുലർത്തിയാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. വമാ തഖറബ ഇലയ്യ അബ്ദീ ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി, എൻ്റെ ഒരു ദാസൻ അവന് ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് എന്നോടടുക്കുന്നു, അതിനേക്കാൾ പ്രിയങ്കരമായ മറ്റൊന്ന് പ്രവർത്തിച്ചുകൊണ്ട് എന്നോടടുക്കാൻ അവന് സാധ്യമല്ല. വലാ യസാലു അബ്ദീ യതഖറബു ഇലയ്യ ബിന്നവാഫിലി, സുന്നത്തുകൾ നിർവഹിച്ചുകൊണ്ട് എൻ്റെ അടിമ എന്നോടടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ ഉഹിബ്ബഹു, അങ്ങനെ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫൈദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, ആ ദാസനെ ഞാൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ കേൾക്കുന്ന കാത്, വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ്, വയദഹുല്ലത്തി യബ്തിഷു ബിഹ, അവൻ പിടിക്കുന്ന കയ്യ്, വരിജിലഹുല്ലത്തി യംഷി ബിഹ, അവൻ്റെ നടക്കാനുള്ള കാല്,
ഇതെല്ലാം ഞാനായിത്തീരും. വല ഇൻ സഅലനി, എന്നോടവൻ ചോദിക്കുകയാണെങ്കിൽ ലഉതിയന്ന, തീർച്ചയായും ആ ചോദിക്കുന്നത് ഞാൻ നൽകും. വല ഇൻ ഇസ്തആദനി, എന്നോടവൻ അഭയം തേടുമ്പോൾ ലഉഈദന്നഹു, അവന് ഞാൻ അഭയം നൽകുകയും ചെയ്യും. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഈ ഹദീസ് നമ്മളെയൊക്കെ ജീവിതത്തിൽ പകർത്തേണ്ടതും നമ്മൾ എത്തിപ്പിടിക്കേണ്ടതും ആയിത്തീരേണ്ടതുമായ ഒരു സത്യവിശ്വാസിയെ വരച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഏതൊരു മുസ്ലിമായ മനുഷ്യൻ്റെയും മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അള്ളാഹുവിൻ്റെ മഹബത്ത് നേടിയെടുക്കുക, പടച്ചവന് നമ്മോട് ഇഷ്ടമുണ്ടായിരിക്കുക, അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് അംഗീകാരം ലഭിക്കുക. അങ്ങനെ റബ്ബിൻ്റെ സ്നേഹത്തിന് വിധേയനായ ഒരു മുഅ്മിനായി തീരുക. അതാണ് ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ടതിൽ, നേടിയെടുക്കേണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് നേടിയെടുക്കുവാനുള്ള വഴി എന്താണ്? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളാണ് ഈ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഹദീസിൻ്റെ തുടക്കത്തിൽ പടച്ചവൻ്റെ ഒരു യുദ്ധപ്രഖ്യാപനമാണ്. പലിശ ഇടപാട് നടത്തുന്ന ആളുകളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ അള്ളാഹു തന്നെ പറയുന്നു, ഇന്നല്ലാഹ തആല ഖാൽ, അള്ളാഹു പറയുകയാണ്, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, എൻ്റെ വലിയനോട് ശത്രുത പുലർത്തിയാൽ, വിദ്വേഷം വെച്ച് വെക്കുന്നവൻ, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവന് ഞാൻ യുദ്ധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ടൊരു ദാസൻ, അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിച്ചിട്ടുള്ള ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യനോട് ശത്രുത പുലർത്തുന്നത് പടച്ചതമ്പുരാൻ ചെറിയൊരു പാപമായിട്ടല്ല കാണുന്നത്, വളരെ ഗൗരവമുള്ള പാതകമായിട്ടാണ് കാണുന്നത്. വലിയ പാപങ്ങളിൽ പ്രധാന പാപമായിട്ടാണ് അള്ളാഹു നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്, അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു നൽകിയിട്ടുള്ളത്. അപ്പോൾ വളരെ ഗൗരവമുള്ള വലിയ ഒരു കുറ്റമാണ് അള്ളാഹുവിൻ്റെ വലിയനോട് ശത്രുത കാണിക്കുക എന്നത്. ആരാണ് വലിയ? അള്ളാഹുവിൻ്റെ വലിയായിത്തീരുവാൻ എന്താണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്? ഇത് വ്യക്തമായി തന്നെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അങ്ങനെ ആയിത്തീരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം. അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഏതൊരു മുസ്ലിമായ വ്യക്തിക്കും സാധ്യമാകുന്ന സംഗതിയാണ് അള്ളാഹുവിൻ്റെ വലിയായിത്തീരുക എന്നത്. എങ്ങനെയാണ് വലിയായിത്തീരുന്നത്? എന്താണ് വലിയിൻ്റെ യോഗ്യത? വിശുദ്ധ ഖുർആനിൽ ആരാണ് വലിയ എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ വലിയുകൾ, ലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് ഭയമില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുകയും ചെയ്യുന്നില്ല. ഈ ലോകത്ത് ജീവിച്ചതത്രയും നഷ്ടമായി പോയല്ലോ എന്ന ഒരു ദുഃഖം പരലോകത്ത് വരുമ്പോൾ അവർക്കുണ്ടാകുന്നില്ല. അള്ളാഹുവിൻ്റെ നരകശിക്ഷയ്ക്ക് വിധേയമാകുമല്ലോ എന്ന് അവിടെ എത്തുമ്പോൾ ഭയപ്പെടേണ്ടതില്ല. ശോഭനമായൊരു ഭാവിയുള്ളവരാണവർ. അതാണ് അള്ളാഹുവിൻ്റെ വലിയകൾ. ആ വലിയകളായിത്തീരാൻ എന്തു വേണം? അല്ലദീന ആമനു വകാനു യത്തഖൂൻ. അള്ളാഹു തുടർന്ന് പരാമർശിക്കുന്നത് ആരാണ് വലിയ എന്നാണ്. അല്ലദീന ആമനു, അള്ളാഹുവും റസൂലും പഠിപ്പിച്ച വിശ്വാസകാര്യങ്ങൾ, അള്ളാഹുവിനെ സംബന്ധിച്ച്, അവൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച്, പരലോകത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ വിശ്വസിക്കണമെന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ, അവയെല്ലാം ദൃഢമായും വിശ്വസിക്കണം, ഈമാനുണ്ടായിരിക്കണം. വകാനു യത്തഖൂൻ, രണ്ടാമത്തത് തഖ്വയുള്ള ജീവിതമുണ്ടാകണം. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട്, പടച്ചവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ദുഷ്കർമ്മങ്ങൾ വർജിക്കുകയും അകലുകയും ചെയ്തുകൊണ്ട് ജീവിക്കുക.
അതാണ് തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂക്ഷ്മത, ഭക്തി എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ പറയാം. ഈ രണ്ട് കാര്യങ്ങളാണ് വലിയിൻ്റെ അടയാളമായി അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വലിയായി തീരാൻ ആദ്യം വേണ്ടത് ഈമാനാണ്. രണ്ടാമത്തെ ജീവിതത്തിൽ തഖ്വയാണ്, ഭക്തിയാണ് ഉണ്ടാകേണ്ടത്. അങ്ങനൊരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ അള്ളാഹുവിൻ്റെ വലിയിൻ്റെ ഗണത്തിലേക്ക് ആ മനുഷ്യൻ വരുന്നു. അതിൻ്റെ പുറമെ വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് അള്ളാഹുവിൻ്റെ വലിയകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. മൻ യർതദ്ദ മിൻകും അൻ ദീനിഹി ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു. മതത്തിൽ നിന്ന് ആര് വ്യതിചലിച്ചു പോകുന്നുവോ അത്തരം ഒരു സമൂഹം ഈ രാജ്യത്തുണ്ടാകുമ്പോൾ ഫസൗഫ യഅതില്ലാഹു ബിഖൗമിൻ, മറ്റൊരു ജനതയെ അള്ളാഹു കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്, അവരല്ലാഹുവിനെയും സ്നേഹിക്കുന്നുണ്ട്. യുഹിബ്ബുഹും, അള്ളാഹുവിൻ്റെ മഹബത്ത് അവരോടുണ്ട്. വയുഹിബ്ബൂനഹു, അള്ളാഹുവിനെ അവരും ഇഷ്ടപ്പെടുന്നുണ്ട്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, സത്യവിശ്വാസികളുടെ സവിശേഷത പരിചയപ്പെടുത്തിയത് ഏറ്റവും ശക്തമായ സ്നേഹം അവർക്ക് അള്ളാഹുവിനോടായിരിക്കുമെന്നാണ്. കുടുംബമുണ്ട്, ഭവനമുണ്ട്, കച്ചവടമുണ്ട്, ഭൗതികമായ ബന്ധങ്ങളും സൗകര്യങ്ങളുമുണ്ട്. അതിനേക്കാളെല്ലാം ഉപരി അള്ളാഹുവിനെ സ്നേഹിക്കുവാൻ, അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുവാൻ സാധിക്കുന്നവരാണ്. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ 3 കാര്യങ്ങളുണ്ടായാൽ ഈമാനിൻ്റെ മാധുര്യമുണ്ടാകും. ഒന്ന്, അവൻ ഏറ്റവും സ്നേഹം അള്ളാഹുവിനോടും റസൂലിനോടുമായിരിക്കുക. രണ്ടാമത്തത് കുഫറിലേക്ക് തിരിച്ചു പോകുന്നത്, അവന് തീയിലേക്ക് എറിയുന്നത് പോലെ വെറുപ്പുണ്ടായിരിക്കുക. മൂന്നാമത്തത് മറ്റുള്ളവരവൻ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാവുക. ഈ വെറുപ്പും സ്നേഹവും ഒരാളുടെ മനസ്സിൽ രൂഢമായി തീരുമ്പോൾ ഹലാവത്തൽ ഈമാൻ, ഈമാൻ്റെ മാധുര്യം ആ വ്യക്തിക്കുണ്ടാകും. അപ്പം അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ സവിശേഷത അള്ളാഹു പരിചയപ്പെടുത്തുന്നത്, അള്ളാഹു അവരെ സ്നേഹിക്കുന്നുണ്ട്, അള്ളാഹുവിനോട് അവർക്കും സ്നേഹമുണ്ട്. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അലൽ കാഫിരീൻ, വിശ്വാസികളായ ആളുകളോട് വിനയമുള്ളവരാണവർ, സത്യനിഷേധികളുടെ മുമ്പിൽ പ്രതാപം ഉള്ളവരുമാണ്. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാണ്, സമരത്തിനിറങ്ങുന്നവരാണ്. വലാ യഖാഫൂന ലൗമത ലായിം, ഒരാക്ഷേപകൻ്റെ ആക്ഷേപവും അവർ ഭയപ്പെടാറില്ല. ദാലിക ഫളുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. യൂതീഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നൽകുന്നു. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലതയുള്ളവനും ധാരാളമായി കൊടുക്കുന്നവനും സർവ്വതും അറിയുന്നവനുമാണ്. സൂറ മാഇദയിലെ ഈ ആയത്തിലൂടെ അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കുന്ന ഇഷ്ടദാസന്മാരുടെ ചില ഗുണങ്ങളാണ് നമുക്ക് പരിചയപ്പെടുത്തിയത്. ഒന്ന്, അള്ളാഹുവിനോട് അവർക്ക് സ്നേഹമുണ്ട്, വിശ്വാസികളോട് വിനീതമായ പെരുമാറ്റമാണ് അവർക്കുള്ളത്. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദുകളിൽ, യുദ്ധങ്ങളിൽ അവരുടെ പങ്കാളിത്തമുണ്ടാകും. സത്യത്തിൻ്റെ കാര്യത്തിൽ ആരെയും അവർ ഭയപ്പെടുന്നവരല്ല. ഈ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നിട്ടുള്ള ആളുകൾ പടച്ചവൻ്റെ മഹബത്ത്, സ്നേഹം ലഭിച്ചിട്ടുള്ള വലിയകളാണ്. വിശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് ഈ സ്നേഹമുള്ള ആളുകളായിത്തീരാൻ എന്തു സ്വീകരിക്കണമെന്നും സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണ്? ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുക. എന്നെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുക. അങ്ങനെ പ്രവാചകൻ്റെ ജീവിത മാർഗനിർദ്ദേശങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. പടച്ചവൻ്റെ സ്നേഹം ലഭിക്കുവാൻ നമ്മൾ ചെയ്യേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി പഠിക്കുകയാണ്. അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അറിയണം, വിരോധിച്ച കാര്യങ്ങൾ അറിയണം. അവിടുത്തെ ജീവിത മാതൃകകൾ നമ്മൾ അന്വേഷിക്കുകയും അറിയുകയും ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ പിൻപറ്റുവാനും സ്വീകരിക്കുവാനും അനുധാവനം ചെയ്യാനും സാധിക്കണം.
അങ്ങനെ ചെയ്യുമ്പോൾ യുഹിബ്ബുക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. അപ്പോൾ പടച്ചവൻ്റെ മഹബത്ത് നേടിയെടുക്കാൻ വേണ്ടത് ഈമാൻ വേണം, തഖ്വയുണ്ടാകണം, പെരുമാറ്റങ്ങളിൽ വിനീതമായ സ്വഭാവം വിശ്വാസികളോട് കാണിക്കാൻ കഴിയണം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ ആയുധം കൊണ്ട്, പേന കൊണ്ട്, വാക്കുകൾ കൊണ്ടുള്ള ജിഹാദിന് തയ്യാറാകണം. സത്യത്തിൻ്റെ പാതയിൽ ആരുടെ ആക്ഷേപത്തെയും ഭയപ്പെടാത്ത ധീരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയണം. ഏത് വിഷയത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക എന്താണോ അത് അറിയുകയും പഠിക്കുകയും ഇത്തിബാഅ് ചെയ്യുകയും വേണം. ഈ 5 കാര്യങ്ങൾ ഒരു മുസ്ലിമിലുണ്ടായാൽ ആ മുസ്ലിം അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിച്ച വലിയായി മാറുന്നു. ഈ കാര്യങ്ങളുണ്ടായാൽ ആ വ്യക്തി വലിയായിട്ട് മാറുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ വലിയ എന്നതിന് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ള നിർവചനവും വിശദീകരണവും. പക്ഷേ കാലങ്ങൾ കൊണ്ട് സമൂഹത്തിൽ വലിയ എന്ന് പറയുമ്പോൾ മറ്റൊരു ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് നൽകുന്നത്. ഹൈന്ദവ സന്യാസവും ക്രൈസ്തവ സന്യാസവുമൊക്കെ ലോക ജനതയിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു പ്രത്യേക ചിന്താധാരയുണ്ട്. ഒരാൾ വലിയാവുക, സിദ്ധനാവുക എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് ജീവിക്കണമെന്നാണ്. അവർക്ക് പ്രത്യേക വേഷമുണ്ട്, പ്രത്യേക കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളും സർട്ടിഫിക്കറ്റുമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അയാൾ വലിയായി തീരുന്നു എന്നാണ്. അത്തരം ആശ്രമങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം നേടി, ശിക്ഷണം നേടി പുറത്തു വരുന്നവരൊക്കെ വലിയകളായി മാറും, സിദ്ധന്മാരായി മാറും എന്ന ഒരു ധാരണ ഹൈന്ദവ ക്രൈസ്തവ സന്യാസ പ്രസ്ഥാനങ്ങൾ മധ്യകാലഘട്ടങ്ങളിൽ ലോകത്ത് മുഴുവനും പ്രചരിപ്പിച്ചു. ഈ സന്യാസ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനം മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നു. അങ്ങനെയാണ് മുസ്ലിങ്ങളിലും അത്തരം സന്യാസ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ പരിണിത ഫലമായി അള്ളാഹുവിൻ്റെ സാമീപ്യം നേടിയ വലിയാകണമെങ്കിൽ ആളുകൾക്കിടയിൽ അത്തരം ഒരു ചിന്താധാര പ്രചരിച്ചു. ഇന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് അള്ളാഹുവിൻ്റെ റിളയും തൃപ്തിയും ലഭിച്ചവരെന്ന് അള്ളാഹു പരിചയപ്പെടുത്തിയിട്ടുള്ള ചില ആളുകളുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. മുഹാജിറുകൾ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആളുകൾ, അവർക്ക് വേണ്ട സർവത്ര സഹായം ചെയ്തു കൊടുത്ത മദീനയിലെ കർഷകരും കച്ചവടക്കാരുമായ അൻസാരികൾ, ഇവരാരാണ്? റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അൻഹു, അള്ളാഹുവിനെ അവരും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ഇത് ഖുർആനാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത്. അള്ളാഹുവാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവരല്ലാഹുവിനെ തൃപ്തിപ്പെട്ടവരാണ്, അവരെ അള്ളാഹുവും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പടച്ചവൻ്റെ സംതൃപ്തി ലഭിച്ച ആളുകളെന്ന് ഈ ലോകത്ത് വെച്ച് നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളവരാണ്. അവർ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ മുഹാജിറുകളോ അൻസാരികളോ ഇപ്പറയുന്നത് പോലെയുള്ള ഏതെങ്കിലും വേഷരൂപങ്ങളോ ചിന്താധാരകളോ സ്വീകരിക്കുകയല്ല ചെയ്തത്. അവരിൽ കർഷകരുണ്ട്, കച്ചവടക്കാരുണ്ട്, കൂലിവേല ചെയ്യുന്ന ആളുകളുണ്ട്, ഇസ്ലാമിന് വേണ്ടിയുള്ള സേവന പാതകളിൽ സജീവ സാന്നിധ്യമുള്ളവരുണ്ട്, പള്ളികളിൽ ജമാഅത്തിനെത്തുന്നുണ്ട്, അതേ സന്ദർഭത്തിൽ പാടവറമ്പുകളിൽ അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് പ്രത്യേക ഒരു വേഷമൊന്നുമില്ല, തിരിച്ചറിയപ്പെടാവുന്ന എന്തെങ്കിലും പ്രത്യേക ചിഹ്നങ്ങൾ അവർക്കില്ല. എല്ലാവരെ പോലെ അവരും ജീവിക്കുന്നു. ആ ആളുകളെയാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചവരെന്ന് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അലി റളിയല്ലാഹു അൻഹു മദീനയിലെത്തിയ ശേഷം അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി കൂലിവേലയാണ്. പലരുടെയും തോട്ടങ്ങൾ നനക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അതിന് കൂലിയായി അദ്ദേഹത്തിന് ലഭിക്കുന്ന തമറാണ്. ആ ഈത്തപ്പഴമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂലിയായിട്ട് അദ്ദേഹം വാങ്ങിയിരുന്നത്. അദ്ദേഹം അള്ളാഹുവിൻ്റെ വലിയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളിൽപ്പെട്ട 4ാമത്തെ ഖലീഫ കൂടിയായ വ്യക്തിയാണ് അലി റളിയല്ലാഹു അൻഹു. അദ്ദേഹം കൂലിപ്പണിക്കാരനാണ്. ഞാൻ അള്ളാഹുവിൻ്റെ വലിയാണെന്ന് പറഞ്ഞുകൊണ്ട് പള്ളികളിലോ വീടുകളിലോ ബോർഡ് വെച്ച് പരസ്യം ചെയ്ത പ്രത്യേക വേഷങ്ങളോ രൂപങ്ങളോ സ്വീകരിച്ച് ജനങ്ങളെ ആകർഷിക്കുവാൻ വിധിക്കുന്ന ഒരു വ്യക്തിയും സഹാബത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും വലിയ വലിയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി അദ്ദേഹമാണ്. അദ്ദേഹം മദീന സൂക്കിലെ കച്ചവടക്കാരനാണ്, തുണിക്കച്ചവടക്കാരനാണ് അദ്ദേഹം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിൻ്റെ മുമ്പുള്ള ദിനങ്ങളിലെ പ്രസംഗത്തിൽ അബൂബക്കർ അള്ളാഹുവിൻ്റെ മഹത്വം നമ്മളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, എല്ലാ ആളുകളും ഇസ്ലാമിന് വേണ്ടി ചെയ്ത സേവനത്തേക്കാൾ മികച്ച സേവനമാണ് ഈ അബൂബക്കർ എനിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള, ഇസ്ലാമിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. ഒരു പ്രത്യുപകാരം ചെയ്ത് തിരിച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് അവസാന സമയത്തെ പ്രസംഗത്തിൽ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പ്രഖ്യാപിക്കുന്നുണ്ട്. അത്രയും മഹത്വമുള്ള പ്രാധാന്യമുള്ള അബൂബക്കർ അല്ലാഹുവിനു തന്നെയാണ് മുസ്ലിം ലോകം ഒന്നാം ഖലീഫയായി തിരഞ്ഞെടുത്തത്. ഖലീഫയായി തിരഞ്ഞെടുത്ത പിറ്റേ ദിവസവും പതിവ് പോലെ അദ്ദേഹം മദീന മാർക്കറ്റിലേക്ക് പോകുന്നു തുണിക്കച്ചവടവുമായി. അപ്പോഴാണ് മറ്റുള്ള നേതാക്കന്മാർ ആലോചിച്ചത്, ഈ കച്ചവടവും ഖിലാഫത്തും രണ്ടും കൂടി ഒരാൾക്ക് നിർവഹിച്ചു കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് നമുക്ക് ബൈത്തുൽ മാലിൽ നിന്ന് ഖലീഫക്ക് എന്തെങ്കിലും ഒരു ശമ്പളം നിശ്ചയിക്കുക. രാജ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാനും സമയം ലഭിക്കാത്തൊരവസ്ഥ വരില്ലേ? അതുകൊണ്ട് ഉപജീവനത്തിന് നമ്മളെന്തെങ്കിലും ശമ്പളം കൊടുക്കണമെന്ന് കൂടിയാലോചനാ സമിതി കൂടിയാലോചിച്ച ശേഷം തീരുമാനമെടുക്കുകയും അങ്ങനെയാണ് അദ്ദേഹം ഖലീഫ എന്നുള്ള നിലക്ക് ശമ്പളം വാങ്ങുന്നൊരവസ്ഥ വന്നത്. നമുക്കിന്നൊരു കച്ചവടക്കാരനെ കുറിച്ച് അള്ളാഹുവിൻ്റെ വലിയാളെന്ന് സങ്കല്പിക്കാൻ കഴിയുന്നുവോ? ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ വലിയാളെന്ന് സങ്കല്പിക്കാൻ കഴിയുന്നുവോ? പ്രവാചകൻ്റെ സഹാബികളിലും അനുയായികളിലും ഒട്ടേറെ ആളുകളുണ്ട്. അവരാരാണ്? ഗവർണർമാരാണ്. ഒരു ഗവർണറെ സംബന്ധിച്ച് നമുക്ക് അങ്ങനെ സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ? പ്രവാചകനോടൊപ്പം ആയുധമേന്തുന്ന ഒരുപാട് ആളുകൾ അക്കൂട്ടത്തിലുണ്ട്, പട്ടാളക്കാരുണ്ട്. പട്ടാളക്കാരൻ അള്ളാഹുവിൻ്റെ വലിയാകുമോ? തീർച്ചയായും ആകും. ഏത് മേഖലയിൽ ജീവിക്കുന്ന മുസ്ലിമായ വ്യക്തിയായാലും അള്ളാഹുവിൻ്റെ മഹബത്ത് ലഭിക്കുന്ന വ്യക്തിയായി മാറാൻ അവന് കഴിയും. അവിടെ കച്ചവടക്കാരുണ്ടാകാം, പണ്ഡിതന്മാരുണ്ടാകാം, കൂലിവേലക്കാരുണ്ടാകാം, പോലീസുകാരുണ്ടാകാം, ഡോക്ടർമാരുണ്ടാകാം, അധ്യാപകരുണ്ടാകാം. ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാവട്ടെ, മുസ്ലിമാണോ, തഖ്വയുണ്ടോ, ഈമാനും തഖ്വയുമുണ്ടോ, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി തീരാൻ കഴിയും. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്ന വലിയ. ആ വലിയനെ സംബന്ധിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം, മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. ഇത്തരത്തിലുള്ള എൻ്റെ വലിയ, ആ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തുന്നുവെങ്കിൽ, സന്മാർഗത്തിൽ ജീവിക്കുന്ന വ്യക്തിയോട് ശത്രുത കാണിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയോട് ഞാനിതാ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. തുടർന്ന് അള്ളാഹു നമുക്ക് പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനോട് അടുക്കുവാനുള്ള മാർഗം എന്താണെന്നാണ്. ഒരു മനുഷ്യൻ പടച്ചവനോട് അടുക്കുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിർബന്ധ കാര്യങ്ങൾ ചെയ്യുകയാണ്. അതാണ് പ്രഥമമായിട്ടും ഉണ്ടാകേണ്ടത്. പടച്ചവനോടുള്ള സാമീപ്യത്തിൻ്റെ ഒന്നാമത്തെ ഘട്ടമായി ഈ ഹദീസിൽ പരാമർശിക്കുന്നത്, പ്രഥമമായി നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഫർളായ നിർബന്ധമായ കാര്യങ്ങൾ നിർവഹിക്കുക എന്നതാണ്. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൽതുഹു അലൈഹി. എൻ്റെ അടിമ, അള്ളാഹുവിൻ്റെ ഒരു ദാസൻ, അവന് ഞാൻ ഫർളാക്കിയ കാര്യത്തേക്കാൾ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട വല്ല കാര്യവും ചെയ്തുകൊണ്ട് എന്നോട് അടുക്കുന്നില്ല. അപ്പം അള്ളാഹുവിനോട് ഒരു മനുഷ്യൻ അടുക്കുന്നതിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ എന്താണോ അത് പ്രവർത്തിക്കുക. അത് അതിൻ്റെ ശരിയായ രൂപത്തിൽ നിർവഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മഹബത്തുള്ള വ്യക്തിയായി മാറുകയാണ്. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ്. അള്ളാഹു നിർബന്ധമാക്കിയത് എന്ന് പറയുമ്പോൾ നമസ്കാരം നിർബന്ധമാണ്, നമുക്കറിയാം. നോമ്പ് നിർബന്ധമാണ്, സക്കാത്ത് നിർബന്ധമാണ്, ഹജ്ജ് നിർബന്ധമുള്ളവരുണ്ട്. ഇത്തരത്തിലുള്ള ഏതാനും കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ ഫർളായ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അവയെല്ലാം ഫർളാണ്, അള്ളാഹുവിനോട് അടുക്കാനുള്ള മാർഗമാണ്. വസ്ജുദ് വഖ്തരിബ്, നീ സുജൂദ് ചെയ്യുക, അള്ളാഹുവിനോട് അടുക്കുക. നമസ്കാരം പടച്ചവനോട് നമ്മളെ അടുപ്പിക്കുന്നതിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. നമസ്കാരമില്ലാത്ത വ്യക്തി ഒരിക്കലും വലിയല്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ തന്നെ അവനൊരു സ്ഥാനവുമില്ല. നമസ്കരിക്കാത്ത വ്യക്തിക്ക് ഇസ്ലാമിലൊരു സ്ഥാനവുമില്ല. വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായമനുസരിച്ച് അവൻ കാഫിറാണെന്നാണ്. അതാണ് ഇസ്ലാമിൽ നമസ്കരിക്കാത്ത വ്യക്തിയെക്കുറിച്ചുള്ള ഇസ്ലാമിൻ്റെ ശരിയായ വീക്ഷണം.
പിന്നെ മറ്റ് പണ്ഡിതാഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ താരിഖ് സ്വലാത്തിനെ മുസ്ലിം ഗണത്തിൽ എണ്ണുന്നത്. അപ്പോൾ നമസ്കാരം നിർവഹിക്കുന്നതിനനുസരിച്ച്, ഫർദ് നമസ്കാരം നിർവഹിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തി അള്ളാഹിനോട് അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്ന സന്ദർഭം നമസ്കാരത്തിൽ അവൻ സുജൂദിൻ്റെ ഘട്ടത്തിലാണ്. ഫഖമിനുൻ അൻ യുസ്തജാബ ലക്കും, ആ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥന സ്വീകരിക്കപ്പെടാൻ ഏറ്റവും അർഹതയുള്ള സമയമാണത്. അപ്പോൾ നമസ്കാരത്തിലൂടെ, ഒരു ഫർദ് നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ പടച്ചവനോടുള്ള നന്ദി പ്രകടിപ്പിക്കൽ മാത്രമല്ല, അടിമയും അള്ളാഹും തമ്മിലുള്ള ബന്ധം വളരെ അടുപ്പത്തിലേക്ക് എത്തുകയും പടച്ചവൻ്റെ മഹബത്ത് നേടിയെടുക്കാൻ അവന് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഏതാനും ഇബാദത്തുകൾ മാത്രമല്ല പടച്ചവൻ നമുക്ക് ഫർദാക്കിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ നിർവഹിച്ചത് കൊണ്ട് മാത്രം പൂർത്തിയാകുന്നില്ല. കുടുംബജീവിതത്തിൽ ഫർദുകളുണ്ട്, സാമൂഹിക ജീവിതത്തിൽ ഫർദുകളുണ്ട്, ഭരണപരമായ കാര്യത്തിൽ ഫർദുകളുണ്ട്. അങ്ങനെ ഒരു മുസ്ലിമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിവിധ മേഖലകളിൽ ഒട്ടേറെ ഫർദായ കാര്യങ്ങളുണ്ട്. ആ ഫർദായ കാര്യങ്ങൾ കൂടി നിർവഹിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് അടുക്കേണ്ടത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിറ മിൻ നൂർ, നീതി പാലിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ വലതുവശത്തുള്ള പ്രകാശ മിമ്പറുകളിലാണ് അവർക്ക് സീറ്റ്. ആരാണവർ? അല്ലദീന യഅദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലീഹിം വമാ വല്ലൂ, അവരുടെ വിധിയിൽ അവരെ നീതി പാലിക്കുന്നുണ്ട്, കുടുംബത്തിൽ നീതി പാലിക്കുന്നുണ്ട്, ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളിൽ നീതി പാലിക്കുന്നുണ്ട്. ഇത് അള്ളാഹു ഫർദാക്കിയ കാര്യമാണ്. ഏത് തരത്തിലുള്ള അധികാരമാണോ, ഭരണമാണോ, ഉത്തരവാദിത്തമാണോ ഒരാൾ ഏൽപ്പിക്കപ്പെട്ടത്, ആ കാര്യത്തിൽ അദിലുണ്ടാവണം, നീതിയായിരിക്കണം എന്നത് ഇസ്ലാം ഫർദായിട്ട് പ്രഖ്യാപിച്ച കാര്യമാണ്. അപ്പോൾ ആ മേഖലയിലുള്ള ആളുകൾ ഈ ഫർദ് ചെയ്തുകൊണ്ട് വേണം അള്ളാഹിനോട് അടുക്കാൻ. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ജഡ്ജിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അള്ളാഹുവിൻ്റെ വലിയാകാം. പക്ഷേ അയാൾ ചെയ്യേണ്ടത് തൻ്റെ ഭരണപരമായ കാര്യങ്ങളിൽ പ്രജകളോടുള്ള കാര്യത്തിൽ നീതിയുള്ളവനായിരിക്കണം. താൻ വിധി പ്രഖ്യാപിക്കുമ്പോൾ ആ വിധിയിൽ നീതിയായിരിക്കണം, നിഷ്പക്ഷതയുണ്ടാകണം. എങ്കിൽ ആ വ്യക്തി അള്ളാഹുവിൻ്റെ വലിയായിട്ട് മാറുകയാണ്. അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ ഫർളായ നിർബന്ധമായ കാര്യങ്ങൾ സമൂഹത്തോട് പഠിപ്പിച്ചുവോ അവയെല്ലാം ജീവിതത്തിൽ പാലിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. സൂചിപ്പിച്ചത് സാധാരണഗതിയിൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നൊരു സങ്കല്പം ഫർളായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഏതാനും ഇബാദത്തുകൾ മാത്രമാണ്. അതിനേക്കാൾ വിപുലമാണ് ഇസ്ലാമിലെ ഫർളുകളെന്ന് പറയുമ്പോൾ. അതുകൊണ്ട് നിർബന്ധമായും ഒരു വ്യക്തിയുടെ അള്ളാഹുവിനോടുള്ള ബന്ധം, സമൂഹത്തോടുള്ള ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ, സാമൂഹിക ഇടപാടുകൾ, സാംസ്കാരിക മേഖലകൾ, രാഷ്ട്രീയമായ തലങ്ങൾ, ഏതെല്ലാം മേഖലകളിൽ എന്താണോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം നിർബന്ധമായും ശാസിച്ചത്, എന്തൊക്കെ വർജിക്കണമെന്നാണോ ഇസ്ലാം നിഷിദ്ധമായി പ്രഖ്യാപിച്ചത്, അത് അയാൾ പാലിക്കണം. ഇതാണ് അള്ളാഹുവിൻ്റെ മഹബത്ത് നേടി അള്ളാഹുവിനോട് അടുക്കുവാനുള്ള ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തത്, അതോട് ചേർന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ വചനം റസൂലുള്ളാഹി നമുക്ക് പരിചയപ്പെടുത്തുന്നത് വലാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു, എൻ്റെ അടിമ സുന്നത്തുകൾ നിർവഹിച്ചുകൊണ്ട് എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും, അങ്ങനെ അവനെ ഞാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. പരലോകത്ത് വരുമ്പോൾ ഫർളുകൾ പരിശോധിക്കും. ഫർളുകൾക്ക് പോരായ്മകളുണ്ടായി എന്ന് വന്നേക്കാം. അത്തരം ഫർളുകൾ വരുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവുള്ളത് വല്ല സുന്നത്തുകളും ഐച്ഛിക കർമ്മങ്ങളും ഈ വ്യക്തികൾക്കുണ്ടോ എന്ന് പരിശോധിക്കാനാണ്. സുന്നത്തുകളുടെ പ്രതിഫലം കൊണ്ട് ഫർളുകൾക്ക് വന്ന കുറവുകൾ പരിഹരിക്കാൻ നിർദ്ദേശിക്കപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഫർളുകൾ അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ നിർവഹിക്കാൻ കഴിയണമെന്നില്ല. അതിൽ സ്ഖലിതങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും തന്നെ സംഭവിക്കാം. പരിഹാരമുണ്ട്. അതിനുവേണ്ടി പരിഹരിക്കാനുള്ള മാർഗം സുന്നത്തുകൾ കൂടി സ്വീകരിക്കുക എന്നതാണ്. ഫർദ് നമസ്കാരങ്ങളോടൊപ്പമുള്ള റവാത്തിബ് സുന്നത്തുകൾ,
12 റക്അത്ത് റവാത്തിബ് സുന്നത്ത് കൃത്യമായി നമസ്കരിക്കുന്ന വ്യക്തിക്ക് സ്വർഗത്തിൽ ഒരു ഭവനം അല്ലാഹു ഒരുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ട്. വിശുദ്ധ ഖുർആൻ പാരായണമുണ്ട്, ദിക്റുകളുണ്ട്, സുന്നത്തായ നോമ്പുകളുണ്ട്. ഇതെല്ലാം സുന്നത്തുകളാണ്. അവിടെ അവസാനിക്കുന്നില്ല ഇസ്ലാമിൻ്റെ സുന്നത്ത്. 2 മനുഷ്യന്മാരെ കാണുമ്പോൾ സലാം പറയുന്നതും സലാം മടക്കുന്നതും ഇസ്ലാം പുണ്യകർമ്മമായി സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്. വിശക്കുന്ന മനുഷ്യന് ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നത് പ്രാധാന്യമുള്ള പുണ്യകർമ്മമാണ്. തൻ്റെ പാത്രത്തിൽ നിന്നുള്ള വെള്ളം മറ്റൊരാൾക്ക് ഒഴിച്ചു കൊടുക്കുന്ന പുണ്യകർമ്മമാണ്. തൻ്റെ കയ്യിലുള്ള പേന മറ്റൊരാൾക്ക് എഴുതാൻ കൊടുക്കുന്നത് പുണ്യകർമ്മമാണ്. നിസ്സാരമായി നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അവയെല്ലാം റബ്ബിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പടച്ചവൻ്റെ അടുക്കിലേക്ക് നമുക്ക് എത്താനുള്ള അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് നേടിയെടുക്കാനുള്ള കാര്യങ്ങളായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പ്രഖ്യാപിച്ചൊരു സംഗതിയുണ്ട്. ഉമർ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഖുത്ബയിലൂടെ ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അഫ്ളലുൽ അഅമാലി അദാഉൽ ഫറായിദ്, ശ്രേഷ്ഠ കർമ്മം ഫർളുകളൊക്കെ നിർവഹിക്കുക. വൽ വറഉ അമ്മാ ഹറമല്ലാഹ്, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ വർജിക്കുകയും ചെയ്യുക, സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുക. വസിദ്ഖുൻ നിയ്യത്തി ഫീമാ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിനെ സംബന്ധിച്ച് സത്യസന്ധമായ നിയ്യത്തുണ്ടാവുക. ആത്മാർത്ഥമായിട്ടായിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് അള്ളാഹുവിനോട് അടുക്കാനുള്ള ഒന്നാമത്തെ ഘട്ടമാണ്. അതിൻ്റെ പുറമെ സുന്നത്തുകൾ കൂടി നിർവഹിക്കുമ്പോൾ ആ വ്യക്തി അള്ളാഹുവിനോട് ഒന്നുകൂടി അടുക്കുകയും ഫർളുകളിൽ വന്നിട്ടുള്ള പോരായ്മകൾ പരിഹരിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ അള്ളാഹുവിനോട് അടുക്കുകയാണ് ഒരു അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായി തീരുന്ന വലിയ ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു മുഅ്മിനും മുത്തഖിയുമായ മനുഷ്യന് വലിയാകാൻ ഒരു പ്രയാസവുമില്ല. ഏത് മേഖലയിൽ ജീവിക്കുന്നുവോ ആ മേഖലക്കനുസരിച്ചുകൊണ്ട് പടച്ചവൻ ഫർളാക്കിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ചെയ്യുക, ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ വർജിക്കുക, കഴിയുന്നിടത്തോളം സുന്നത്തുകൾ ആചരിക്കുക, കറാഹത്തുകൾ ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കുക. അങ്ങനെ സൂക്ഷ്മതയുള്ള ഒരു ജീവിതം ആ വ്യക്തി സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ വലിയായി മാറി. ഇതാണ് ഇസ്ലാം നമുക്ക് വിഭാവനം ചെയ്തു തരുന്ന വലിയ. എന്നിട്ട് റബ്ബ് പറയുന്നു, ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ ആ അടിമയെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, കുന്തു സമഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത്, അവൻ കാണുന്ന കണ്ണ്, അവൻ പിടിക്കുന്ന കയ്യ്, അവൻ നടക്കുന്ന കാല്, എല്ലാം ഞാനായിത്തീരും. എന്താണ് പറഞ്ഞതിൻ്റെ ആശയം? ദൈവാവതാര വിശ്വാസമല്ല, അദ്വൈത സിദ്ധാന്തമല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ വചനത്തിൻ്റെ ഉദ്ദേശമെന്ന് ഉലമാക്കൾ ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇമാം ഖത്താബിയെ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ച് പരാമർശിക്കുന്നുണ്ട്. ഹാഫിള് ഇബ്നു റജബ് ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ തന്നെ അക്കാര്യം വിശദമായും പരാമർശിക്കുന്നുണ്ട്. ഇത് ഹുലൂൽ വിശ്വാസമല്ല, ഇത്തിഹാദ് വിശ്വാസമല്ല, ദൈവാവതാരത്തെയോ അതല്ലെങ്കിൽ അദ്വൈത സിദ്ധാന്തത്തെയോ അല്ല ഈ വചനം സൂചിപ്പിക്കുന്നത്. മറിച്ച് ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് അടുക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിധേയനായി കഴിഞ്ഞാൽ പടച്ചവൻ്റെ തൗഫീഖ് ആ മനുഷ്യനുണ്ടാകും. അള്ളാഹുവിൻ്റെ അനുഗ്രഹം അയാൾക്ക് ലഭിക്കും. അയാൾ കാതുകൊണ്ട് കേൾക്കുന്നത് അള്ളാഹു അനുവദിച്ചതായിരിക്കും, അള്ളാഹു നിർദ്ദേശിച്ചതാകും. അയാളെ കണ്ണയാൾ ഉപയോഗപ്പെടുത്തുക നല്ല കാര്യത്തിനാണ്, അനുവദിച്ചതിനാണ്. അയാളുടെ കയ്യും കാലും അവയവങ്ങളുമെല്ലാം കുറ്റകരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതിരിക്കുകയും അനുവദിച്ച ഹലാലായ പുണ്യകരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. ഇതിനുള്ള തൗഫീഖ് ആ മനുഷ്യൻ്റെ പടച്ചവൻ്റെ ഭാഗത്തുണ്ടാകും. അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാകുമ്പോൾ അയാളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന മഹത്തായ അനുഗ്രഹം. പടച്ചതമ്പുരാൻ നമ്മയെല്ലാം അത്തരം അനുഗ്രഹം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ അള്ളാഹു നൽകുന്ന മഹത്തായ ഒരു അനുഗ്രഹം അതാണ്. ആ തൗഫീഖാണ് ഈ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അള്ളാഹ് ആഗ്രഹിക്കുന്ന, അള്ളാഹു നിർദ്ദേശിച്ച, അള്ളാഹു അനുവദിച്ച മാർഗത്തിൽ അയാളുടെ ഓരോ അവയവങ്ങളും ഉപയോഗപ്പെടുത്തും. ഇതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ വ്യക്തമായി തന്നെ
വിശദീകരിച്ചിട്ടുണ്ട്. ആ രൂപത്തിലാണ് അയാൾ ചിന്തിക്കുക, അയാൾ പ്രവർത്തിക്കുക, അയാൾ നടക്കുക, അയാൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയാകും. സംസാരിക്കുന്ന പടച്ചവൻ അനുവദിച്ച കാര്യങ്ങൾക്ക് വേണ്ടിയാകും. ഹറാമായ, കുറ്റകരമായ, നിഷിദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഈ അവയവങ്ങളൊന്നും അയാൾ ഉപയോഗപ്പെടുത്തില്ല. അതിനുള്ള ഒരു തൗഫീഖ് റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ആ മനുഷ്യന് ലഭിക്കുന്നു എന്നതാണ്. കുറ്റകരമായ കാര്യങ്ങളിൽ അത്തരം അവയവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് അയാൾക്ക് ജാഗ്രതയുണ്ടാവുകയും അയാൾ സൂക്ഷ്മത പുലർത്തുകയും അതിനുള്ളൊരു തൗഫീഖ് റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ആ മനുഷ്യന് ലഭിക്കുകയും ചെയ്യും. ഇതാണ് പണ്ഡിതന്മാർ ഈ വചനത്തിൻ്റെ വിശദീകരണമായി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഒരു വിശ്വാസിയായ മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന അനുഗ്രഹീതമായൊരു സഹായമാണ് റബ്ബിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. പടച്ചവൻ്റെ തൗഫീഖ് വേണമല്ലോ. ഒരു മനുഷ്യൻ്റെ ജീവിതം നന്നായി തീരണമെങ്കിൽ അവൻ്റെ ഭാഗത്തുള്ള ശ്രമമുണ്ടായിരിക്കണം. ആ ശ്രമമുണ്ടെങ്കിൽ മാത്രമാണ് പടച്ചവൻ്റെ തൗഫീഖ് ഉണ്ടാവുക. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ആളുകളാകുമ്പോൾ ആ മാർഗത്തിലേക്ക് അല്ലാഹു അവരെ നയിക്കുകയും അതിന് സഹായം നൽകുകയും ചെയ്യും. ഇമാം ഖത്താബി അതിൻ്റെ വിശദീകരണമായി പറഞ്ഞത് ഹാദിഹി അംസാലുൻ, ഇത് മസലുകളാണ്, ഉപമപ്രയോഗമാണ്. വൽമാന തൗഫീഖുല്ലാഹി ലിഅബ്ദിഹി ഫിൽ അഅമാലില്ലതി യുബാശിറുഹാ ബിഹാദിഹിൽ അഅളാ. ഈ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ, അതിൽ അടിമക്ക് അല്ലാഹു നൽകുന്ന തൗഫീഖാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. വതൈസീറുൽ മഹബ്ബത്തി ലഹു ഫീഹ, അക്കാര്യത്തിൽ അയാൾക്കുണ്ടാക്കുന്ന മഹബ്ബത്ത് അല്ലാഹു നൽകുകയാണ്. ബി അൻ യഹ്ഫള ജവാരിഹു അലൈഹി വയഅസിമഹു അൻ മവാഖീഹി മാ യക്റഹുല്ലാഹ്. അല്ലാഹു വെറുക്കുന്ന കാര്യത്തിൽ ഈ അവയവങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നിന്ന് സംരക്ഷണം നൽകിക്കൊണ്ട് പടച്ചവൻ അയാൾക്ക് തൗഫീഖ് നൽകുകയാണ്. മിനൽ ഇസ്ഗായി ഇലൽ ലഹ്ബി ബിസംഇഹി, വിനോദങ്ങൾ കേൾക്കുക. ഒമിനൻ നളിരി ഇലാ മാ നഹല്ലാഹു അൻഹു, അല്ലാഹു വിരോധിച്ച കാര്യങ്ങളിലേക്ക് കണ്ണുകൊണ്ട് നോക്കുക. ഒമിനൽ ബത്തിഷി ഫീമാ ലാ യഹില്ലു ലഹു ബിയദിഹി, ഹലാലല്ലാത്ത കാര്യങ്ങൾ പിടിക്കുക. ഒമിനസ് സഈ ഇലൽ ബാത്തിരി ബിരിജ്ലിഹി, കുറ്റകരമായ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുക. ഇതുപോലുള്ളതിൽ നിന്നെല്ലാം അയാൾക്ക് അല്ലാഹുവിൻ്റെ സഹായവും തൗഫീഖും ലഭിക്കുകയും അയാൾ സുരക്ഷിതനായി തീരുകയും ചെയ്യും. ഇതാണ് ഈ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹാഫിദ് ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നു, ഫമത്തംതല അൽ ഖൽബു ബിഅളമത്തില്ലാഹ്, അല്ലാഹുവിൻ്റെ അളമത്ത് ഒരാൾ മനസ്സിലാക്കി, അല്ലാഹുവിൻ്റെ മഹത്വവും അപാരമായ കഴിവും അപാരജ്ഞാനവും ഇതെല്ലാം ഒരു മുഅ്മിനായ മനുഷ്യൻ മനസ്സിലാക്കുന്നുണ്ട്. അല്ലാഹ് അലീമാണ്, അല്ലാഹ് ബസീറാണ്, അല്ലാഹ് സമീആണ്, അല്ലാഹു ഖദീറാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ധാരാളം അസ്മാകൾ നമുക്ക് പഠിക്കാനുണ്ട്. ആ അസ്മാകളൊക്കെ മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിൻ്റെ അത്യുന്നതി മനസ്സിലാക്കി കഴിയുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ പടച്ചവനോട് അങ്ങേയറ്റത്തെ സ്നേഹമുണ്ടാവുകയാണ്. അവൻ സ്വന്തം ഇച്ഛക്കനുസരിച്ച് ജീവിക്കുന്നവനല്ല. അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത്, അള്ളാഹു എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത്, അതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ അവൻ ക്രമീകരിക്കും. ഫഹീനഇദിൻ ലാ യൻതിഖുൽ അബ്ദു ഇല്ലാ ബിദിക്രി വലാ യതഹറകു ഇല്ലാ ബിഅംരി ഫഇൻ നതഖ നതഖ ബില്ലാഹ്. അവൻ സംസാരിക്കുമ്പോൾ അള്ളാഹുവിനുള്ള സംസാരമാണ്. വഇൻ സമഅ ബിഹി, കേൾക്കുന്നുവെങ്കിൽ അള്ളാഹുവിനെ കൊണ്ടുള്ള കേൾവിയാണ്. വഇൻ നളറ നളറ ബിഹി, നോക്കുന്നതോ പടച്ചവനെ കൊണ്ടുള്ള നോട്ടമാണ്. വഇൻ ബതിഷ ബിഹി, അവൻ പിടിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള പിടുത്തമാണ്. എല്ലാം പടച്ചവൻ അനുവദിച്ച രൂപത്തിൽ മാത്രമായിരിക്കും അവൻ ചെയ്യുക. ഫഹാദാ ഹുവൽ മുറാദു ബി ഖൗലിഹി, അതാണ് പ്രവാചകൻ കുന്തു സമഅഹുല്ലദി യസ്മഉ ബിഹി എന്ന് പറഞ്ഞ ആ ഹദീസിൻ്റെ ആശയം എന്ന് വ്യക്തമായി തന്നെ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. അവ സൂചിപ്പിക്കുന്നത്, ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട വ്യക്തിയായി കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ വലിയായി കഴിഞ്ഞാൽ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ പടച്ചവൻ്റെ തൗഫീഖും സഹായവും ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ തുടർന്നുള്ള പറഞ്ഞു, വലഇൻ സഅലനി, ആ അടിമ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ലഉതിയന്നഹു, ഞാനതവന് നൽകുക തന്നെ ചെയ്യും. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത് നൽകുന്നു. വലഇൻ ഇസ്തആദനി, എന്നോട് അഭയം തേടുകയാണെങ്കിൽ, ലഉഈദന്നഹു, ഞാൻ അവന് അഭയം നൽകുകയും ചെയ്യും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട മനുഷ്യനായി ഇനി പടച്ചവനോട് പ്രാർത്ഥിക്കാതെ ജീവിക്കുന്നു എന്നല്ല. അയാളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധിക്കേണ്ടതുണ്ട്.
പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പരീക്ഷണ ഘട്ടങ്ങൾ തരണം ചെയ്യുവാൻ വേണ്ടി അള്ളാഹുവിനോട് അഭയം തേടുന്നുണ്ട്. തൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കഴിയുന്ന വ്യക്തിയായിരിക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യൻ. ഒരാൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനായി എന്നതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ ഇനി പരീക്ഷണമൊന്നുമില്ല, ദാരിദ്ര്യമില്ല, രോഗമില്ല, കഷ്ടതകളില്ല എന്നതിനർത്ഥമില്ല. അതൊക്കെ അയാളുടെ ജീവിതത്തിലുണ്ടാകാം. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിക്കാതെ വിഷമിക്കുന്നതുണ്ടാകാം. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ആ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് ഈ പറഞ്ഞ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ പടച്ചവനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആവശ്യങ്ങൾ ചോദിച്ചുകൊണ്ട്, വെറുക്കപ്പെടുന്ന പ്രയാസകരമായ കാര്യങ്ങളിൽ നിന്ന് മോചനത്തിന് വേണ്ടി അഭയം തേടിക്കൊണ്ട് ജീവിക്കുന്നൊരടിമയായിരിക്കും അവനെന്നാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ വലിയൻ്റെ പ്രത്യേകത. അയാളുടെ ജീവിതത്തിൽ പ്രാർത്ഥന നിരതമായൊരു ജീവിതം അയാൾക്കുണ്ടാകും. വലിയകളേക്കാൾ ഉന്നതന്മാരായി നാം മനസ്സിലാക്കുന്ന പ്രവാചകന്മാർ ഒരുപാട് പരീക്ഷണങ്ങൾ അഭിമുഖീകരിച്ചവരാണ്. അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സാധിക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞതാണ്. അനേകം പ്രാർത്ഥനകളായിരുന്നു പ്രവാചകൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു മനുഷ്യൻ്റെ പ്രഭാതം മുതൽ അന്തി ഉറങ്ങുന്നവരെയുള്ള ഘട്ടങ്ങളിലെ പ്രാർത്ഥനകൾ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമുഖീകരിച്ചിട്ടുണ്ട്. ശത്രുവിൻ്റെ മുമ്പിൽ ചെന്ന് ഏറ്റുമുട്ടേണ്ട നിരവധി ഘട്ടങ്ങൾ പ്രവാചകനും വിശ്വാസികൾക്കും ഉണ്ടായിട്ടുണ്ട്. അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പടച്ചവൻ്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുതന്നെയാണ് ഇവിടെയും പരിചയപ്പെടുത്തുന്നത്. വലഇൻ സഅലനി, എന്നോടവൻ ചോദിക്കുന്നുവെങ്കിൽ, വലഇൻ ഇസ്തആദനി, എന്നോട് അഭയം തേടുന്നുവെങ്കിൽ. വലിയൻ്റെ പ്രാർത്ഥന പടച്ചവനോട് മാത്രമാണ്, അഭയം തേടുന്ന അള്ളാഹുവിനോട് മാത്രമാണ്, ചോദിക്കുന്നത് പടച്ചവനോട് മാത്രമാണ്. അങ്ങനെ ചോദിക്കുകയും അഭയം തേടുകയും ചെയ്യുമ്പോൾ അള്ളാഹു അത് നൽകുന്നു എന്നാണ് വലിയനെ സംബന്ധിച്ച് ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകനോടൊപ്പം ഉണ്ടായിരുന്ന വലിയകളായ സഹാബത്തും നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഓരോ പരീക്ഷണ ഘട്ടങ്ങളും തരണം ചെയ്തത് മുഖ്യമായും പ്രാർത്ഥന കൊണ്ടാണ്. പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. നമ്മുടെയൊക്കെ മനസ്സിൽ പ്രാർത്ഥന രൂപപ്പെട്ട് വരാറുണ്ട്. എപ്പോഴാണ്? നമുക്ക് സാധ്യമല്ലെന്ന് തോന്നുമ്പോൾ. രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ അടുത്തേക്കാണ് ആദ്യം ഓടുന്നത്. നമ്മുടെ പ്രതീക്ഷ ഡോക്ടറിലാണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറി മാറി പരീക്ഷിക്കും. എല്ലാ പരീക്ഷണങ്ങളും കഴിയുമ്പോഴാണ് ഡോക്ടർ പറയുക അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ എന്ന്. അപ്പോഴാണ് നമ്മുടെ മനസ്സിലും പടച്ചോൻ വരുന്നത്. ഡോക്ടറുടെ അടുക്ക് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ പടച്ചവനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. ചികിത്സയും പ്രാർത്ഥനയും സമന്വയിപ്പിക്കേണ്ടവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന രൂപപ്പെട്ട് വരുന്നത് എല്ലാം ശ്രമങ്ങളും പരാജയപ്പെട്ടു എന്ന് ബോധ്യപ്പെടുന്ന ഘട്ടത്തിലാണ്. അങ്ങനെയല്ല ഒരു വിശ്വാസിയായ മനുഷ്യനാവേണ്ടത്. പ്രാർത്ഥിക്കണം നമ്മൾ. അതിൻ്റെ തുടക്കം മുതലേ ആ പ്രാർത്ഥന ഉണ്ടാവുകയും ചെയ്യണം. പ്രാർത്ഥിക്കുന്നുവോ തീർച്ചയായും പടച്ചവനിൽ നിന്ന് അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയും. നബിമാരുടെ പ്രാർത്ഥന ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പരീക്ഷണത്തിന് വിധേയനായി. ദീർഘകാലത്തെ പരീക്ഷണമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. റബ്ബി ഇന്നി മസ്സനിയ ദുർറു വഅൻത അർഹമുർ റാഹിമീൻ. അങ്ങേയറ്റം കാരുണ്യവാനായ അള്ളാഹുവേ, ഞാനിതാ പ്രയാസത്തിൽ അകപ്പെട്ടിരിക്കുന്നു. നിരന്തരമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലം അദ്ദേഹത്തിൻ്റെ രോഗശമനം നൽകിയെന്ന് മാത്രമല്ല, അതിൻ്റെ പുറമെ മറ്റു ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. നഷ്ടപ്പെട്ടു പോയിരുന്ന കുടുംബം, സമ്പത്ത് പോലെയുള്ള പലതും അദ്ദേഹത്തിന് അള്ളാഹു തിരിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥന അതാണ് അവലംബം. ഭൗതികമായ സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താലും അതിൻ്റെ പുറമെ റബ്ബിനോടുള്ള പ്രാർത്ഥന കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ വലിയെന്ന് ഈ ഹദീസിലൂടെ കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തരികയാണ് ചെയ്യുന്നത്. ആ പ്രാർത്ഥന അള്ളാഹുവിനോടായിരിക്കണം. ഇങ്ങനെ കഴിയുന്നൊരു മനുഷ്യനാണ് വലിയ. വലിയാകാൻ വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ്.
ഇത് ഏതൊരു മുഅ്മിനായ മനുഷ്യനും സാധിക്കുന്നതാണ്. ഒരു മുഅ്മിനാണോ അവൻ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വിധേയനായി തീരണം, അഥവാ വലിയായി തീരണം. നമുക്കെല്ലാം അള്ളാഹുവിൻ്റെ വലിയാകാം. പറയുന്ന കാര്യങ്ങൾ പാലിച്ചാൽ മതി. ഒരാൾ വലിയാണ് എന്നതിന് പ്രത്യേക വേഷമില്ല, പ്രത്യേക രൂപമില്ല. വലിയാണ് എന്നതുകൊണ്ട് അയാളിൽ നിന്ന് അത്ഭുതങ്ങൾ ഉണ്ടാകണമെന്നുമില്ല. ജീവിതത്തിൽ അത്ഭുതമുണ്ടായി എന്നതുകൊണ്ട് അയാൾ വലിയാകണം എന്നുമില്ല. ഒരൊറ്റ ഉദാഹരണം മാത്രമേ സൂചിപ്പിക്കട്ടെ. ലോകം അവസാനിക്കാറാകുന്നു. ലോകത്തെ വൻ ശക്തിയായി മുസ്ലിങ്ങളാണുള്ളത്. അങ്ങനെ സമാധാനത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി മുസ്ലിങ്ങൾ ലോകത്ത് ജീവിക്കുന്ന കാലഘട്ടം. വരൾച്ച തുടങ്ങുന്നു. 3 വർഷക്കാലം നീണ്ട കടുത്ത വരൾച്ചയാണ്. ഈ 3 വർഷം പിന്നിടുമ്പോഴാണ് ദജ്ജാൽ എന്ന മനുഷ്യൻ രംഗത്ത് വരുന്നത്. അയാൾ രംഗത്ത് വന്നിട്ട് പറയും, ഞാനാണ് റബ്ബ് എന്ന് പറയും. അതാണ് അദ്ദേഹത്തിൻ്റെ കള്ളവാദം. ഞാനാണ് റബ്ബ് എന്നാണ്. അംഗീകരിക്കുന്ന നാട്ടുകാരും അല്ലാത്തവരുമുണ്ട്. അയാളെ റബ്ബായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞാൽ അയാൾ ആകാശത്തോട് മഴ വർഷിക്കാൻ പറയും, ഭൂമിയോട് ഉൽപ്പാദിപ്പിക്കാൻ പറയും. ആ നാട്ടുകാർക്ക് സുഭിക്ഷതയാണ്. അയാൾ അംഗീകരിക്കാത്ത, റബ്ബായിട്ട് അംഗീകരിക്കാത്ത നാട്ടുകാർക്ക് 4ാമത്തെ വർഷവും കടുത്ത വരൾച്ചയും പരീക്ഷണവും തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ഒരു ചെറുപ്പക്കാരനായ ഒരു മുഅ്മിനായ മനുഷ്യൻ, ആ യുവാവ് ഇദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് വന്ന് പറയും, നീ കാഫറാണ്, നീ ദജ്ജാലാണ്, നീ സത്യവാനല്ല, കള്ളവാദിയാണെന്ന് പറയും. അവിടെ നിന്നെ റബ്ബായിട്ട് ഞാൻ അംഗീകരിക്കില്ല. റബ്ബായിട്ട് അംഗീകരിക്കില്ലെന്ന് പറയുമ്പോൾ ശുഭിതനായ ദജ്ജാൽ അയാളെ 2ആയി പിളർത്താൻ, കൊല്ലാൻ വേണ്ടി ഉത്തരവിടും. 2 കഷ്ണമാക്കി പിളർത്തും. അത് 2 ഭാഗത്തേക്ക് മാറ്റിവെക്കും. നടുക്കിലൂടെ നടക്കും. എന്നിട്ട് ആ മനുഷ്യനോട് എഴുന്നേറ്റ് വരാൻ വേണ്ടി പറയുമ്പോൾ അയാൾ പൂർവ്വസ്ഥിതിയിൽ എഴുന്നേറ്റ് വരും. എഴുന്നേറ്റ് വന്നപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, ഞാൻ റബ്ബാണെന്ന് വിശ്വസിക്കുന്നുവോ? ഇല്ല. നേരത്തെ ഉള്ളതിനേക്കാൾ ഒന്നുകൂടി നീ കള്ളവാദിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു എന്ന് ആ മനുഷ്യൻ പറയും. ദജ്ജാൽ വീണ്ടും അവനെ കൊല്ലാൻ ശ്രമിക്കും. ഫലാ യുസല്ലത്തു അലൈഹി, സാധിക്കില്ല. 2ാം തവണ കൊല്ലാൻ അവന് സാധ്യമല്ല. ഇവിടെ 2 അത്ഭുതങ്ങളാണ് അല്ലാഹു റസൂൽ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഒന്ന്, റബ്ബാണെന്ന കള്ളവാദം പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ പരീക്ഷണമായി രംഗത്ത് വരുന്ന ദജ്ജാൽ, അവൻ അത്ഭുതങ്ങളാണ് കാണിക്കുന്നത്. 2ാമത്തത്, മുഅ്മിനായ വലിയായ മുത്തഖിയായ ഒരു മനുഷ്യൻ, ആ യുവാവിനെ വധിക്കാൻ അവൻ ശ്രമിക്കുന്നു, സാധിക്കുന്നില്ല. അത് അള്ളാഹു നൽകുന്ന കറാമത്താണ്, പടച്ചോൻ ചെയ്യുന്ന സഹായമാണ്, അനുഗ്രഹമാണ്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്നതല്ല ഒരു വ്യക്തി വലിയാണോ അല്ലയോ എന്ന് പരിശോധിക്കുവാനുള്ള മാർഗം. അത്ഭുതം കാണിക്കുന്നവരിൽ പലതരക്കാരുണ്ട്. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒരു മനുഷ്യൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ നടക്കുന്ന നീ കണ്ടു, ഔ യത്തീറു ഫിൽ ഹവാ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലൂടെ പറന്നു വരുന്നത് നീ കണ്ടു. എന്നാൽ ആ മനുഷ്യനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് നീ പറയരുത്. പിന്നെന്ത് വേണം? അയാളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരിശോധിക്കണം. അതിൻ്റെ ശേഷം മാത്രമാണ് അയാളൊരു സ്വാലിഹായ മനുഷ്യനാണെന്ന് എനിക്ക് പറയാൻ അവകാശമുള്ളൂ. ഇതാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി വളരെ വ്യക്തമായി തന്നെ ഒരു മാനദണ്ഡം നമ്മുടെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി അങ്ങനെ ജീവിക്കുന്ന നല്ലൊരു മനുഷ്യൻ, അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പടച്ചവൻ ചില അനുഗ്രഹങ്ങൾ ചെയ്തേക്കാം, പ്രാർത്ഥിച്ചതിൻ്റെ ഫലം കിട്ടിയെന്ന് വന്നേക്കാം. അതല്ലെങ്കിൽ അയാളൊരു നിർണായകമായ ഘട്ടത്തിൽ പടച്ചവൻ്റെ സഹായം, അനുഗ്രഹം അയാൾക്ക് ലഭിച്ചെന്ന് വന്നേക്കാം. ഒരു പരീക്ഷണഘട്ടത്തിൽ പടച്ചവൻ അയാളെ സംരക്ഷിച്ചേക്കാം, വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയേക്കാം. ഇത്തരം അനുഗ്രഹങ്ങൾ ഉണ്ടായാൽ തന്നെ ശരിയായ ഒരു വലിയാണെങ്കിൽ വിലായത്തിൻ്റെ ഷർത്തായി മഹാനായ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ലാഹ് നമുക്ക് പരിചയപ്പെടുത്തുന്നതും അതേപോലെയുള്ള പണ്ഡിതന്മാർ, മഹ്ദി ഷേഖിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് ഇത്തരം കറാമത്തുകൾ മറച്ചു വെക്കുകയാണ് ഒരു വലിയൻ്റെ യോഗ്യത. ഞാൻ വലിയാണ് എന്ന് ഒരാൾ നോട്ടീസ് അടിച്ചാൽ അയാൾ വലിയല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഫലാ തുസക്കു അൻഫുസക്കും, നിങ്ങൾ സ്വയം പരിശുദ്ധരാക്കരുത്. നിങ്ങൾക്ക് തസ്കിയത്ത് നൽകരുത്. ഞാൻ കൊള്ളാവുന്നവനാണ് എന്ന് തസ്കിയത്ത് നൽകരുത്. ഞാൻ വലിയാണ്, ഞാൻ കൊള്ളാവുന്നവനാണ് എന്ന് ഒരാൾ അവകാശവാദം ഉന്നയിക്കുന്നുവെങ്കിൽ
പടച്ചവൻ്റെ കൽപ്പനയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഈ പറഞ്ഞ ആയത്തിൻ്റെ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന വ്യക്തിയാണ്. പിന്നെ എങ്ങനെ അയാൾ വലിയാകുക? അതൊരു വലിയൻ്റെ മഹത്വമല്ല. വലിയാകുമ്പോൾ അയാൾ എപ്പോഴും പേടിക്കുക, പടച്ചവനെ ഏതു സമയത്താണ് എന്നെ പരീക്ഷിക്കപ്പെടുക, ഞാൻ സ്വർഗത്തിലേക്കായിരിക്കുമോ നരകത്തിലേക്കായിരിക്കുമോ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വർഗമുണ്ടെന്ന് സന്തോഷം അറിയിക്കപ്പെട്ട സഹാബികൾ പോലും മരിക്കുന്നതിൻ്റെ സമയത്തൊക്കെ ആളുകൾ ചെന്ന് സംസാരിക്കുമ്പോൾ ഭയചിതരായിട്ടാണ് മരിക്കുന്നത്. എന്നിട്ട് പോലും അവർക്ക് പേടിയാണ് പടച്ചവന് മുമ്പിൽ വരാനിരിക്കുന്ന വിചാരണകൾ എന്തൊക്കെയായിരിക്കും. ഉമർ അല്ലാഹുവിൻ്റെ അവസാന ഘട്ടത്തിൽ പറഞ്ഞത്, പടച്ചവനെ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത് എൻ്റെ തുലാസ് തുല്യമായി നിന്നാൽ മതിയായിരുന്നു. നന്മയും തിന്മയും തൂക്കി കണക്കാക്കുമ്പോൾ രണ്ട് തട്ടും തുല്യമായി നിന്നാൽ മതിയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാന സമയത്തുള്ള സംസാരത്തിലുള്ളത്. അതാണ് യഥാർത്ഥ വലിയകൾ. പക്ഷേ പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വലിയെന്ന് പറയുന്നവർക്ക് അള്ളാഹ് ഫർളാക്കിയത് ഏതൊക്കെ അറിഞ്ഞുകൂടാ, ഹറാമാക്കിയത് എന്താണെന്ന് അറിഞ്ഞുകൂടാ, കറാഹത്തുകളോ സുന്നത്തുകളോ അറിഞ്ഞുകൂടാ, ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ വലിയാകാൻ എന്താ ചെയ്തത്? ഒരു ഷാളും ഒരു വേഷവും ഒരു ജപമാലയും വലിയ തസ്ബീഹ്മാലയൊക്കെ കൊണ്ട് വാങ്ങിയിട്ട് ആർക്കും അറിയാത്ത ഭാഷയിൽ എന്തെങ്കിലുമൊക്കെ പറയുക. ജനങ്ങളൊക്കെ നോർമലായി എന്തൊക്കെ ചെയ്യുന്നുവോ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ആളുകൾ പറയും മൂപ്പർക്ക് എന്തോന്നുണ്ട് കേട്ടോ. 4 ആളുകൾ എന്തോന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ കഥകൾ മെനഞ്ഞുണ്ടാക്കി. എല്ലാവരും ജമാഅത്തിന് പോകുമ്പോൾ ജമാഅത്തിന് പോകാതെ നിന്നാൽ മതി, അപ്പോൾ ആളുകൾ വലിയ എന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജമാഅത്തിന് പോകാത്ത ഒരു സഹാബിയും ഇല്ല. അന്ധനായ ഇബ്നു മക്തൂം എന്ന് പറഞ്ഞിട്ട് പോലും ജമാഅത്തിന് വരണമെന്നാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. സ്വഹാബത്ത് പറയുന്നു, വമാ യതഖല്ലഫു മിന്നാ ഇല്ലാ മുനാഫിഖുൻ. സുബൈക്ക് ജമാഅത്തിന് പള്ളിയിൽ വരില്ല, ഇശാക്ക് ജമാഅത്തിന് ഉണ്ടാവില്ല. ആരാ? മുനാഫിഖ് ഉണ്ടാവില്ല. അല്ലാത്ത എല്ലാ സഹാബികളുമുണ്ട്. ചില സഹാബികൾക്ക് രോഗം കാരണമുണ്ട്, ഇളവുണ്ട്, എന്നാലും 2 ആളുകളുടെ ചുമലിൽ പിടിച്ചവർ വന്നിരുന്നു. അതാണ് സഹാബത്ത്. നമ്മുടെ നാട്ടിൽ വലിയകൾ അങ്ങനെ ജമാഅത്തിന് പോകാതെന്നാ മൂപ്പര് വലിയായിട്ട് പറയും. സാധാരണ ഒരു കൂലി വേലെടുക്കുന്നൊരു മയമാക്ക മൂപ്പരിങ്ങനെ നിസ്കരിക്കാൻ പോകുന്നുണ്ട്, വൈകുന്നേരമോളം പണിയെടുക്കുന്നുണ്ട്, ഹലാലായ മാർഗത്തിലൂടെ സമ്പാദിക്കുന്നുണ്ട്, കുടുംബത്തെ പോറ്റുന്നുണ്ട്. അയാൾ ആരും വലിയായിട്ട് കാണൂല. അങ്ങനെ നടക്കുന്ന മയമാക്ക ആ ഏർപ്പാടൊക്കെ നിർത്തിയിട്ട് വേറൊരു കോലത്തിൽ രംഗത്ത് വന്നാൽ അയാൾ പൗലിയിക്കണം കേട്ടോ എന്ന് പറയും. പിന്നെ അങ്ങോട്ട് ജനപ്രവാഹമാണ്. ഇതാണ് നമ്മുടെ സമൂഹത്തിലെ ചിത്രം. യഥാർത്ഥ വലിയ ആരാണെന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ മുഅ്മിനായ മനുഷ്യനും വലിയാകണം എന്നതാണ് ഇസ്ലാമിൻ്റെ നിയമം. എല്ലാ മുഅ്മിനായ മനുഷ്യനും വലിയായിരിക്കണം, അള്ളാഹുവിൻ്റെ മഹബത്ത് നേടിയവരായിരിക്കണം. എല്ലാവർക്കും ആകാൻ സാധിക്കുകയും ചെയ്യും. അതിനൊരു പ്രത്യേക കോഴ്സോ പ്രത്യേക വേഷമോ പ്രത്യേക രൂപമോ ഇല്ല. അള്ളാഹു തആല ഫർളാക്കിയതും ഹറാമാക്കിയതും ഏതൊക്കെയെന്ന് പഠിക്കുക, ഫർളാക്കിയതൊക്കെ ചെയ്യാം, ഹറാമാക്കിയതൊക്കെ വർജിക്കുകയും ചെയ്യുക. അതിൻ്റെ പുറമെ സുന്നത്തുകളായ കർമ്മങ്ങൾ ഒരുപാടുണ്ട്, അതൊക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്ത് പടച്ചവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് ഒരാൾ ജീവിക്കുക, പടച്ചവനോട് അതിനുവേണ്ടി തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇതാണ് വലിയാകാൻ വേണ്ടത്. അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ ആ വലിയൻ്റെ ഗുണങ്ങൾ, വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തിയ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. അള്ളാഹുവിന് ഇഷ്ടം നേടിയെടുക്കാൻ കഴിയും. റഹ്മാനായ റബ്ബ് അവനിഷ്ടപ്പെടുന്ന സത്യവിശ്വാസികളായി മുത്തഖികളായി ജീവിക്കാൻ നമ്മെയെല്ലാം സഹായിക്കുമാറാകട്ടെ. ഈ ലോകത്തും പരലോകത്തും വിജയം കൈവരിക്കുന്ന സ്വാലിഹീങ്ങളായി തീരാൻ നമ്മെയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം അള്ളാഹു നമ്മോട് പൊറുക്കുകയും മാപ്പാക്കുകയും ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും പരലോകത്ത് ലഭിക്കുന്നവരിൽ നമ്മെ, നമ്മുടെ കുടുംബാദികളെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അവൻ ഉൾപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം ലഭിച്ച് സ്വർഗത്തിലേക്ക് മാത്രം പോകുന്ന വിഭാഗത്തിൽ നമ്മെയെല്ലാം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങൾ ഈമാൻ കൊണ്ടും സബർ കൊണ്ടും തരണം ചെയ്യുവാനുള്ള കരുത്ത് അള്ളാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഓരോ അവയവങ്ങളും അള്ളാഹുവിന് ഇഷ്ടമുള്ളതും അവൻ അനുവദിച്ച മാർഗത്തിലും വിനിയോഗിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين وصلى الله وسلم على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.